ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അഖണ്ഡ ഭാരതത്തിന് സ്വാതന്ത്ര്യം നൽകാനായിട്ട് ബ്രിട്ടീഷുകാർ തയ്യാറല്ലായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇന്ത്യ നമുക്കുണ്ടായിരുന്നു. ആ ഇന്ത്യയുടെ ഭാഗമായിരുന്നു പാകിസ്ഥാനും ബംഗ്ലാദേശും ഇപ്പം വളരെ വിമത രാഷ്ട്ര സ്വഭാവം പുലർത്തുന്നതായിട്ട് ബലൂചിസ്ഥാനുമൊക്കെ. പഞ്ചാബ് എന്ന് പറയുന്ന സ്റ്റേറ്റ് രണ്ടായിട്ട് കീറിമുറിക്കപ്പെട്ടു. ബംഗാൾ 2 സ്റ്റേറ്റായിട്ട് കീറിമുറിക്കപ്പെട്ടു. ആ കാലത്ത് സംസ്ഥാനങ്ങൾ അങ്ങനെ കീറിമുറിക്കപ്പെട്ടത് മാത്രമല്ല, മനുഷ്യരും കീറിമുറിക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് മനുഷ്യരാണ് പലായനത്തിൻ്റെ ഫലമായിട്ട്, അഭയാർത്ഥി പ്രവാഹത്തിൻ്റെ ഫലമായിട്ട് മരിച്ചു വീണത്. ഇന്ത്യയുടെ എക്കാലത്തെയും നോവും വേദനയും ഒക്കെ ആ വിഭജന കാലത്തെ മരണങ്ങളായിരുന്നു. അങ്ങനെ തീരുമാനമെടുത്ത ബ്രിട്ടീഷുകാർ യഥാർത്ഥത്തിൽ ഇന്ത്യയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള തീരുമാനമെടുത്തു. എന്നുവെച്ചാൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന വർഗീയതയെ ആളിക്കത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദ്വിരാഷ്ട്ര സങ്കല്പം, 2 നേഷൻ കൺസെപ്റ്റ് ബ്രിട്ടീഷുകാർ അവതരിപ്പിച്ചത്. ഈ 2 നേഷൻ കൺസെപ്റ്റ് അവതരിപ്പിക്കുകയും അത് അക്കാലത്തെ ഇന്ത്യൻ നേതൃത്വത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും ചെയ്യുകയും അങ്ങനെ 2 രാഷ്ട്രങ്ങളായിട്ട് അത് മാറ്റം ചെയ്യപ്പെടുകയും നാട്ടുരാജാക്കന്മാർക്ക് മുഴുവൻ നിർദ്ദേശം കൊടുത്തു. നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ഇന്ത്യ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കാം. ഇന്ത്യയുടെ കൂടെയോ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കണ്ട എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാം എന്ന് പറഞ്ഞു. അത് ബ്രിട്ടീഷുകാരൻ്റെ ഓഫർ മാത്രമായിരുന്നു. 2 രാഷ്ട്രമായിട്ട് മാറ്റം ചെയ്യപ്പെട്ടപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാൻ ആർക്കും കഴിയില്ലായിരുന്നു.